പണി പൂർത്തിയാക്കി 1.5 വർഷം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്ത അത്യാധുനിക അറവുശാല തൊഴിൽ നിഷേധിക്കുന്നത് വാരണാസിയിൽ മാത്രം 700ഓളം കുടുംബങ്ങൾക്കാണ്. ആധുനീകരണത്തിന്റെ മറവിലാണ് നേരത്തെ നഗരസഭയുടെ മേൽനോട്ടത്തിൽ നടന്നുവന്ന ഈ അറവുശാല സർക്കാർ അടച്ചുപൂട്ടിയത്. വാരണാസിയിൽ മാത്രമല്ല തെക്കൻ മേഖലയിലെ 15 ജില്ലകളിൽ മാംസവ്യാപാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കസായി കുടുംബങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. തെക്കൻ യുപിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന സർക്കാർ അംഗീകാരമുള്ള ഏക അറവുശാലയായിരുന്നു വാരണാസിയിലേത്. അധികാരമേറ്റതിന് തൊട്ടുപുറകെ ആദിത്യനാഥ് ഈ പ്ലാന്റ് അടച്ചുപൂട്ടി. എന്നാൽ ഒരു സമൂഹത്തിന്റെ തൊഴിലും ഭക്ഷണവും നിഷേധിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് കോടതി ഉത്തരവിട്ടതോടെയാണ് കശാപ്പുശാലയെ ആധുനികവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്ന പുതിയ വാദവുമായി സർക്കാർ രംഗത്ത് വന്നത്. 6 കോടിയോളം രൂപ ചെലവിട്ട് വാരണാസിയിലെ അറവുശാല ഇപ്പോൾ നവീകരിച്ചെങ്കിലും അത് തുറന്നുകൊടുത്ത് കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ ആദിത്യനാഥ് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. यहाँ अभी भी उत्तर प्रदेश के अंदर वो स्लाटर हाउस कोर्ट के आदेश के बावजूद कि उसको टाइम बाउंड चालू किया जाए, जल्दी से लाइसेंस जारी किया जाए, उसकी सीधे अवहेलना करते हुए और कहीं भी नहीं खोला है. ഗതിമുട്ടിയ വാരണാസിയിലെ മാംസവ്യാപാരികളിൽ ചിലർ സ്വകാര്യമായി ബിസിനസ് പുനരാരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും അവരിൽ പലർക്കുമെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത്. ബീഫ് കയറ്റുമതി ചെയ്യുന്ന അതിസമ്പന്നരുടെ കാര്യത്തിൽ മാത്രമാണ് യോഗി സർക്കാരിനും മോദി സർക്കാരിനും ശ്രദ്ധയെന്നും വാരണാസിയിലെ ദരിദ്രരായ കസായികളെ അവർ പട്ടിണിക്കിട്ട് കൊല്ലുകയുമാണെന്നാണ് ആരോപണം ഉയരുന്നത്. जो पैसे वाले पूंजीपति है उन्हीं पे मोदी सरकार का सिर्फ ध्यान केंद्रित है और जो छोटे जो इससे लगे हुए हैं, इसे जुड़े हुए हैं, उसे कोई ध्यान उनके ऊपर केंद्रित नहीं है. അറവുശാലകളെ അടച്ചുപൂട്ടിക്കുക എന്ന സൈദ്ധാന്തികമായ പിടിവാശിക്കപ്പുറം മാന്യമായ ഒരു തൊഴിൽ എന്ന നിലയിൽ അവർക്ക് സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കാനും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും യോഗി സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് എനിക്ക് പിറകിലുള്ള ഈ അറവുശാല. ക്യാമറ പേഴ്സൺ സുരേഷ് ഇരുമ്പനത്തോടൊപ്പം വാരണാസിയിൽ നിന്നും എ റഷീദുദ്ദീൻ, മീഡിയ 1.